ഇന്ന് ലോക വനിതാ ദിനം. വിവിധ മേഖലകളിൽ വിജയിച്ച് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പല സ്ത്രീത്വങ്ങളെയും നമ്മൾ ഈ ദിവസം പരിചയപ്പെടാറുണ്ട്. ഇന്ന് അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കും അവരുടെ അമ്മമാർക്കും വേണ്ടി ജീവിതം ഉഴിഞ്ഞു വച്ച വനിത. സ്നേഹസാന്ദ്രം ട്രസ്റ്റിലൂടെ 200-ൽ അധികം കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും താങ്ങും തണലുമാണ് ഈ വനിത. ഈ വനിതാ ദിനത്തിൽ ഷീജയല്ലാതെ മറ്റൊരാളെ നമുക്ക് പരിചയപ്പെടാൻ ഇല്ലെന്ന് തന്നെ പറയാം. സ്വന്തം മകൾ അനുഭവിക്കുന്ന വേദന എന്തെന്ന് ഈ അമ്മയ്ക്കറിയാം. ആ മകൾക്ക് നൽകുന്ന അതേ സ്നേഹവും പരിചരണവും മറ്റു കുഞ്ഞുങ്ങൾക്കും കിട്ടണമെന്നൊരു ഉറച്ച തീരുമാനത്തിന്റെ ഫലമാണ് സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ്. സ്വന്തം മകളുടെ പേരും ആ മകൾക്ക് നൽകുന്ന സ്നേഹവും കൂട്ടിച്ചേർത്താണ് ഷീജ ഈ ട്രസ്റ്റിന് പേര് നൽകിയിരിക്കുന്നത്. എൻ്റെ പേര് ഷീജ സാൻഡ്ര എന്നാണ്. ഞാൻ ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരുടെ ഒരു സംഘടനയാണ് ഞങ്ങളുടെ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ്. പൂർണ്ണമായിട്ടും മെൻ്റലിയും ഫിസിക്കലിയും ബെഡ്റിനായിട്ട് കിടക്കുന്ന കുട്ടികളുടെ നമ്മുടെ അമ്മമാരുടെ ഒരു വലിയൊരു കൂട്ടായ്മയാണ്. ശരിക്കും എനിക്കൊരു മകളുണ്ട്, ഭിന്നശേഷി കുട്ടിയാണ്, 14 വയസ്സായി. സാൻഡ്ര എന്നാണ് പേര്. ശരിക്കും പറഞ്ഞാൽ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് സാൻഡ്രയുടെ പേരും കൂടെ ചേർത്തും കൊണ്ട് ഞാൻ തന്നെ അമ്മമാരുമായിട്ട് ചേർന്ന് തുടങ്ങിയ ഒരു ട്രസ്റ്റാണ്. ഭിന്നശേഷി കുട്ടികളെന്ന് പറയുന്നതിൽ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ്. പൂർണ്ണമായിട്ടും മെൻ്റലിയും ഫിസിക്കലിയും ബെഡ്റിഡനായിട്ട് കിടക്കുന്ന കുട്ടികൾ. അപ്പോൾ ചെറിയ വൈകല്യ ബാധിതരായ നമ്മുടെ ഇപ്പോൾ ഈ ചെവി കേട്ടുകൂടാ സംസാരിക്കുക, അപ്പോൾ അങ്ങനെയുള്ള ഭിന്നശേഷിയുള്ള കുട്ടികൾക്കൊക്കെ അമ്മമാരോടൊപ്പം പുറത്തു പോകാനും അവരുടെ അത്യാവശ്യമൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. തീർത്തും വീടുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കുട്ടികളാണ് മക്കളെ പോലുള്ള ബെഡ്റിഡൻ ബേബീസ്. അപ്പോൾ ഇവർക്ക് നിരന്തരം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ ഈ പറഞ്ഞ മെച്ചപ്പെട്ട ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളതൊക്കെ വിറ്റുപയറക്കി അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. സാന്ദ്ര ജനിച്ചപ്പോൾ ആദ്യം ഒന്ന് പകച്ചുപോയി, ഭർത്താവ് ഉപേക്ഷിച്ചു. പക്ഷെ ഷീജയുടെ അച്ഛനും അമ്മയും ആ മകളെ കൈവിട്ടിരുന്നില്ല. കൂടെ കുറെ നല്ല സുഹൃത്തുക്കൾ, അവരാണ് ഷീജയെ മുന്നോട്ട് നയിച്ചത്. 19 വയസ്സിലാണ് കല്യാണം. 20 വയസ്സായപ്പം ഇങ്ങനൊരു കുഞ്ഞ് എനിക്ക് പറക്കുന്നു. ശരിക്കും ഡിഫറൻറ്റ്ലി ഏബിളെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫസ്റ്റ് ഇങ്ങനൊരു ബേബിയെ വെച്ചിട്ട് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് 3-4 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. കാരണം വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു മോള്. ആ സമയം വീട്ടിൽ വന്നപ്പോഴത്തേനും എൻ്റെ മകളെന്ന് പറയുന്നത് എന്തോ ഒരു ജീവി പോലെയാണ് എല്ലാവരും കണ്ടിരുന്നത്. ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെന്നറിയില്ല, പക്ഷെ ഒരു വൈകല്യം എന്നൊക്കെ പറയുമ്പോൾ അവർ ഭയങ്കര രീതിക്കാണ് കണ്ടിരുന്നത്. പക്ഷെ ഞാൻ ആ ഒരു വർഷത്തോളം ആശുപത്രിയും വീടും ഒന്നും അല്ലാതെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരാളല്ല. പക്ഷേ അന്ന് MSW ആയിട്ട് പഠിച്ചിറങ്ങി എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, മീനു, ഷാർലറ്റ് എന്ന കുറേ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ. അപ്പോൾ അവരും സോഷ്യൽ സെക്യൂരിറ്റി മിഷനിലൊക്കെ വർക്ക് ചെയ്തിരുന്നവരാണ്. എനിക്കിങ്ങനൊരു കുഞ്ഞ് ഉണ്ടായത് അറിഞ്ഞിട്ട് അവർ ശരിക്കും എന്നെ അന്വേഷിച്ച് വരികയാണ് ചെയ്തത്. കാരണം അവരോട് പഠിച്ചതാണ് ഞാൻ. ആ ഒരു അവസ്ഥയിൽ അവർ വീട്ടിൽ വന്ന് എന്നെ ഇങ്ങനെ പറയും, ഷീജ നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഇങ്ങനെ ഒരു കൊച്ചുണ്ടായി എന്ന് വിചാരിച്ച് ഷീജ ഒരിക്കലും ബാക്കിലോട്ടിരിക്കല്, ഇങ്ങനെയുള്ള കുട്ടികൾക്കും ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ അതുമാത്രമല്ല ഷീജ ഒരുപാട് ബാക്കിലോട്ട് പോയാൽ അവളുടെ ഒരു ആരോഗ്യസ്ഥിതി മോശമായി പോകും. അതുകൊണ്ട് പറ്റുന്ന ജോലികൾ ചെയ്ത് മുന്നോട്ട് തന്നെ വരണം, അതുപോലെ തന്നെ കുട്ടിയെ നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ മിക്കവാറും അവരെനിക്കൊരു സഹായമായിട്ടാണ് എത്തുന്നത്. വെറും കൈയായിട്ടല്ല വരുന്നത്, ചെറിയൊരു വർക്കൊക്കെ എനിക്ക് കൊണ്ടുതരും. മകളെയും കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോഴാണ് ഇതുപോലെ വേദന അനുഭവിക്കുന്ന കുറെ കുഞ്ഞുങ്ങളും അമ്മമാരും ശ്രദ്ധയിൽപ്പെടുന്നത്. ആശുപത്രി പോകുന്ന സമയത്ത് ഇതുപോലുള്ള ഒത്തിരി അമ്മമാരെ കാണുന്നുണ്ട്. ഒരു വീട്ടിൽ 2-3 കുട്ടികളുള്ള ഇതേപോലുള്ള അവസ്ഥയിലുള്ള വീടുകളുണ്ട്. അപ്പോൾ ആ കുട്ടികളെ കണ്ടപ്പോഴാണ് നമുക്ക് ശരിക്കും ഒന്നുമില്ല, നമ്മളെ സഹായിക്കാൻ കുറച്ച് പേരുണ്ട്, ഈ കുട്ടികളെ സഹായിക്കാൻ ഇല്ലല്ലോ എന്നുള്ളൊരു നമ്മൾ നേരിട്ട് കണ്ട് അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളൊന്ന് പുറം ലോകമായിട്ടൊന്ന്
നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് നമ്മൾ പുറം ലോകത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മൾ തമ്മിൽ പരസ്പരം അമ്മമാർ സംസാരിക്കാൻ തുടങ്ങി, കുട്ടികളുടെ ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടറിഞ്ഞ് നമ്മൾ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ 1-2 അമ്മമാരിൽ നിന്ന് നമ്മൾ തുടങ്ങിയതാണ് ഈ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് ഒരു നേരത്തെ മരുന്നിനായിക്കോട്ടെ, ഒരു ഡൈപ്പറിനായിക്കോട്ടെ, പരസ്പരം ചെറിയൊരു സഹായത്തോട് തുടങ്ങിയതാണ്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 200ഓളം കുട്ടികൾക്ക് നമ്മൾ സഹായം എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ അമ്മമാർ തന്നെയാണ് സംഘടനയിൽ ഷീജയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത്. വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടതിനു ശേഷമാണ് അവരും ഇവിടെ എത്തിച്ചേരുന്നത്. എൻ്റെ പേര് ശ്രീലേഖ. ഞാൻ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ കുറേ അമ്മമാരുടെ കൂടെ ചേർന്നിട്ടുള്ളതാണ് സ്നേഹസാന്ദ്രം ട്രസ്റ്റ്. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാനും ഷീജയും സംഗീതമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്കൊരു മോളുണ്ട്, 25 വയസ്സായി. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഷീജയും സംഗീതയും പരിചയപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെപ്പോലെ വിഷമം അനുഭവിക്കുന്ന ഒത്തിരി അമ്മമാർ, അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതി. അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ജോലിക്ക് പോകാനോ കുഞ്ഞുങ്ങളെ നോക്കാനോ ആരുമില്ലാണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അമ്മമാരായിരുന്നു. അപ്പോൾ മോള് ഒരു ട്വിൻസിൽ ഒരാളാണ്, ട്വിൻ സിസ്റ്ററാണ്. മോന് കുഴപ്പമില്ല. അന്ന് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആരെന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങളോട് പറഞ്ഞത് മോള് ബെഡ് ആയിരിക്കും, ഇങ്ങനെ ഒരു കുട്ടിയെ കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടണ്ട, മോനുണ്ടല്ലോ, ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കി ജീവിക്കണം. പക്ഷെ ഇങ്ങനെ ഒരു പേരൻറ്റിനെ ഇങ്ങനെ അവരുടെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഏതൊരു പേരൻസ് ആയാലും കരുതും അയ്യോ അങ്ങനെയാണല്ലോ എന്ന്. പക്ഷേ ഞങ്ങൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചിന്തിച്ചത് കൊണ്ട് എൻ്റെ മോളിന്ന് ഡിഗ്രി പാസ്സായിട്ടുണ്ട്. അവളെ കൊണ്ടുപോയി ഞാൻ തന്നെയാണ് സ്കൂളിലും കോളേജിലും കൊണ്ടിരുത്തി ഇതുവരെ പഠിപ്പിച്ചെടുത്തു. അതിൽ വലിയൊരു അഭിമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡോക്ടർമാർ ഓരോരുത്തരും പറയുന്ന പോലെ ഞങ്ങൾ കുഞ്ഞിനെ വീട്ടിൽ അടച്ചിട്ടിരുന്നെങ്കിൽ ഇന്ന് അവൾ ഈ ലെവലിലോട്ട് എത്തത്തില്ലേ. എൻ്റെ പേര് സംഗീത ജയകുമാർ. സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ട്രഷറാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്, പിന്നെ ഹസ്ബൻഡും. ഇളയ മോനാണ്, മോൻ്റെ പേര് വൈഷ്ണവ്. അവന് SMA ആണ്, സ്പൈനൽ മസ്കുലർ അട്രോഫി. അവന് 1.5 വയസ്സുള്ളപ്പോഴാണ് അസുഖം കണ്ടുപിടിച്ചത്. ആ ടൈമിൽ ഇങ്ങനെ ഒരു അസുഖം എന്താണെന്ന് പോലും മനസ്സിലാവാത്ത ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ആ സമയം. ഞങ്ങൾക്ക് എന്താണെന്ന് പോലും മനസ്സിലായില്ല. കാരണം 1.5 വയസ്സ് വരെ ഓടി നടന്നുകൊണ്ടിരുന്ന കുഞ്ഞിന് പെട്ടെന്ന് അവന് നടക്കാൻ പറ്റാതെ ആവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളെ അത് മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിച്ചു. അവിടെ നിന്ന് തുടങ്ങിയ ഞങ്ങളെ കുഞ്ഞിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ഒരു സ്ഥലങ്ങളും പിന്നെ ഞങ്ങൾക്കില്ല. അങ്ങനെ കുറേ സമ്പാദ്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട ടൈമിലാണ് ആ ടൈമിലല്ല ഞങ്ങൾ ആൾക്കാരിന്ന് കുറേ ഉൾവലിഞ്ഞാണ് നിന്നത്. കാരണം എല്ലാവരുടെ ഞങ്ങൾ ഇത് പറഞ്ഞു മടുത്ത്, പിന്നെ അവർ ഓരോരുത്തരും നമ്മളെ മാനസികമായിട്ട് എന്ത് അസുഖമാണോ ഇന്നതാണോ അങ്ങനെ ഒരുപാട് വിധത്തിൽ ഞങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ആ ടൈമിലെല്ലാം. പക്ഷെ ആ സമയത്തൊക്കെ മൂത്ത മോൻ ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ, അവന് വേണ്ടി ഞങ്ങൾ ജീവിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞങ്ങൾ ആത്മഹത്യക്കൊന്നും ശ്രമിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ ചെല്ലുന്നത്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന ഷീജ സാന്ദ്രയെ പരിചയപ്പെടുന്നതും പ്രസിഡൻറ്റ് ശ്രീലേഖയെ പരിചയപ്പെടുന്നതും. അവിടുന്ന് ഞങ്ങൾ തുടങ്ങിയ ആ ഒരു കൂട്ടായ്മ, ഒരു കുടുംബം പോലെ, സഹോദരങ്ങളെ പോലെ ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ച്, ഞങ്ങളെ ലൈഫിൽ ഞങ്ങൾ ആഘോഷിക്കാത്ത ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് പോയും വന്നും ഞങ്ങൾ വലിയൊരു കുടുംബമായി. അത് ഭിന്നശേഷി കുഞ്ഞുങ്ങൾ ഉണ്ടായത് കൊണ്ട് ആരും നല്ലൊരു കാര്യത്തിന് വിളിക്കാറില്ല. കുഞ്ഞുങ്ങളെയും കൊണ്ട് വരരുതെന്നാണ് എല്ലാവരും പറയുന്നത്. ഇങ്ങനൊരു കുഞ്ഞായത് കാരണം നമ്മളെ ബന്ധുക്കളും ഈ അറിയുന്ന ആൾക്കാർക്കും തന്നെ ഒരു അവർക്കൊരു നാണക്കേടാണ്. ഇങ്ങനൊരു കുഞ്ഞിനെ കൊണ്ട് കല്യാണത്തിന് പോലും നമ്മളെ വിളിക്കാറില്ല, നല്ലൊരു കാര്യത്തിന് സഹകരിപ്പിക്കാറില്ല. നമ്മളെ ബന്ധുക്കൾ പോലും പറയും ഇങ്ങനൊരു കുഞ്ഞിനെ എന്തിനാ നോക്കുന്നത്, അനാഥാലയത്തിലാക്കിക്കൂടെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ പറയാറുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ കാക്കയ്ക്കും തൻകുഞ്ഞെന്ന് പറയുന്ന പോലെ നമ്മളെ ഈ മക്കളെ ചേർത്ത് പിടിക്കുകയാണ്. നമ്മൾ ഒരുപാട് നെഗറ്റീവ് പറയുന്നവരുണ്ട്. ഈ കുട്ടിയെ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ, നാണമില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മക്കൾ തന്നെയാണ്. പുറത്ത് എന്ത് പറഞ്ഞാലും ഞങ്ങളാണ് അവരെ നോക്കുന്നത്. എത്രയൊക്കെ നന്മകൾ ചെയ്താലും കുറ്റം പറയുന്ന കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെയൊക്കെ അതിജീവിച്ചാണ് ഇവർ ഇവിടെ വരെ എത്തിച്ചേർന്നത്.
അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചാരിറ്റി ചെയ്യുന്നതൊക്കെ ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്, പക്ഷേ ചെറിയൊരു കാര്യത്തിലാണ് നമ്മളൊന്ന് അഭിപ്രായ വ്യത്യാസത്തിൽ പിരിഞ്ഞു. ആ സമയത്ത് ഞാൻ ചാരിറ്റിപരമായിട്ടിട്ടൊരു പോസ്റ്റിൽ ആ പുള്ളിക്കാരി അതിൻ്റെ താഴെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്, ചുമ്മാതല്ലടി നിൻ്റെ കുട്ടി തീട്ടത്തിൽ കിടക്കുന്നത്. ഇങ്ങനെ ആ ഫേസ്ബുക്കിൻ്റെ ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. നിൻ്റെ അച്ഛനല്ലേ നിൻ്റെ കുട്ടിയുടെ തീട്ടം വാരുന്നത്, എന്നിട്ടാണോ നീ ഇങ്ങനെ പബ്ലിക്കിൽ ഇറങ്ങി നടക്കുന്നത്? അതിൻ്റെ അർത്ഥം എൻ്റെ മകളുടെ തീട്ട എൻ്റെ അച്ഛനാണ് വാരുന്നത്, എന്നിട്ടാണ് ഞാൻ പുറത്തിറങ്ങി ചാരിറ്റി ചെയ്യുന്നത് എന്നൊരു അർത്ഥമാണ്. പക്ഷേ ഏതൊരു അമ്മയോ അച്ഛനോ ഉള്ള ഒരു വ്യക്തി ഒരിക്കലും ഒരു സ്ത്രീ അങ്ങനെ, പ്രത്യേകിച്ച് ഒരു അമ്മ അത് പറയത്തില്ല. പക്ഷേ ശരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്കും അമ്മമാർക്കും ഏറ്റവും കൂടുതൽ വേദനാജനകമായിരിക്കുന്നത് വനിതകൾ തന്നെയാണ്. അതേസമയം ബസ്സിൽ കയറിയാലെങ്കിലും ഇങ്ങനൊരു കുട്ടിയെ വെച്ചുകൊണ്ട് പെട്ടെന്ന് ആണുങ്ങളൊക്കെ എണീറ്റ് വരും. പക്ഷേ വനിതകളാണ് എണീറ്റ് തരാത്തത്. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, ഒരുപാട് നല്ല വനിതകളുണ്ട്, നമ്മളെ ചേർത്ത് പിടിക്കുന്ന, ചങ്കോട് ചേർത്ത് പിടിക്കുന്ന വനിതകളുണ്ട്. പക്ഷേ കുറച്ച് പേര് അവർക്കൊരു ഒരു ഈഗോ പ്രശ്നമായിരിക്കാം, ഇങ്ങനൊരു കൊച്ചിനെ വെച്ചിട്ട് നീ ഇത്രയൊക്കെ ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു മാനസിക പ്രശ്നമായിരിക്കാം നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരും ഇങ്ങനെയൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മളെ കൂടെ ഉള്ളവർ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് മാനസികമായിട്ട് ഭയങ്കര തളർത്തുന്നതാണ്. എന്നാലും ആ ഒരു ഇങ്ങനെയുള്ള മെസ്സേജ് കാണുമ്പോഴാണ് അപ്പോൾ കുഴപ്പമില്ല, നമ്മളെ കുട്ടികൾ സമൂഹത്തിൽ അറിയപ്പെടുന്നു എന്നുള്ള ഇതുകൊണ്ട് കുറച്ചുകൂടെ നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് കുട്ടികളായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു സമൂഹം നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്, പക്ഷെ അതുപോലെ തന്നെ വേറൊരു വിഭാഗക്കാർ വളരെ മ്ലേച്ഛമായ രീതിയിൽ തന്നെയാണ് ഇന്ന് നമ്മളെ കുട്ടികളെ ശരിക്കും അഭിസംബോധന ചെയ്യുന്നത്. അതാ സത്യം. ഭിന്നശേഷി കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് എന്നും ഒരു തീരാവേദനയാണ്. പലരും ആ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കി മരണത്തിന് കീഴടങ്ങും. ചിലർ അവരെയും ഒപ്പം കൂട്ടുന്നു. ഇതൊന്നും അവർക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അവരെ ഈ അവസ്ഥയിൽ കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞാൻ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അപ്പോൾ ഇതുപോലെ അത് ഓട്ടിസ്റ്റൊക്കെ ആണ്, ആ മകൻ ഓടിയൊക്കെ നടക്കും. അപ്പോൾ അന്ന് ഞാൻ അതിൻ്റെ ഹെഡായിരുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് എന്നോട് പറഞ്ഞു, ഷീജ, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ അത്രയും നന്നായിട്ടല്ല മോനെ, കുറച്ച് വളർന്നു വരുന്നതോറും ഹൈപ്പർ കൂടുമെന്നാണ് പറയുന്നത്, ഇപ്പം തന്നെ എനിക്കിത് ബുദ്ധിമുട്ടാണ് മോളെ നോക്കാനെന്ന് പറഞ്ഞു. ഓടി നടക്കുന്ന കുട്ടികളെക്കാളും കുറച്ച് ബെറ്ററാണ് ആ മകൻ. എന്നാൽ പോലും ഇന്ന് കണ്ടിട്ട് പോകുന്ന ആ എൻ്റെ ഫ്രണ്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ കേൾക്കുന്നത് സൂയിസൈഡ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. ആ കുട്ടിക്കും വിഷവും കൊടുത്തിട്ട് അച്ഛനും അമ്മയും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കുട്ടി രക്ഷപ്പെടുകയും അച്ഛനും അമ്മയും മരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് അവർക്ക് കുറച്ച് സ്വത്തൊക്കെ ഉണ്ട്, പക്ഷേ അത് സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൂപ്പനും അമ്മൂമ്മയാണ് ആ കുട്ടിയെ നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒത്തിരി അമ്മമാരും അച്ഛന്മാരും ഇങ്ങനൊരു കുട്ടി കാരണം സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു എന്താ പറയുക, അവരോടുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഒരു വിഷമഘട്ടം വരുമ്പോൾ ചേർത്ത് പിടിക്കാതിരിക്കുകയും അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതൊക്കെ കൊണ്ടാണ് പെട്ടെന്ന് അവർക്കത് ചെയ്തു പോകുന്നത്. മനഃപൂർവ്വം നമ്മളാരും ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിക്കുന്നതല്ല. ഒരു സമൂഹം ശരിക്കും നമ്മളെ തള്ളി വിടുന്നത് തന്നെയാണ്. എന്നാലും കുട്ടികളെ നമുക്കൊന്നും ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോഴും ജീവിതത്തോട് ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഈ ട്രസ്റ്റിനോടൊപ്പം കൂടിയ കുറെ പ്രമുഖരുമുണ്ട്. അവർക്കും പറയാനുള്ളത് ഷീജയുടെ നന്മയെക്കുറിച്ച് മാത്രമാണ്. ജീവിതത്തിൽ നമ്മളെല്ലാം തോറ്റുപോകുന്നത് നമ്മുടെ മുമ്പിലെ ഒരു ഊനമറ്റ, അതാണ് തമിഴ് വേട്, ഊനമറ്റ ഒരു കുഞ്ഞ് പിറക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ താളം പിഴയ്ക്കുന്നത്. ഷീജ ഈ ഓടി നടക്കുമായിരുന്നു ഈ മറ്റുള്ളവർക്ക് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ഷീജ ശരിക്ക് ചീത്ത പറഞ്ഞു. കാരണം ആ കുഞ്ഞിനാരുണ്ട്, അച്ഛൻ അമ്മമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെ കാലം കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ ആരും നോക്കൂ. അതുകൊണ്ട് നീ അങ്ങനെ പോകല്ലേ, മാസ്ക് വെക്കൂ, കൈയും കാലും അപ്പപ്പം ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇല്ല ഉഷേച്ചി, എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ ഓടി നടന്ന് ഒരു സമയം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാനിങ്ങനെ ഒരു ട്രസ്റ്റ് ഇതിൻ്റെ ഇത് തുടങ്ങാൻ പോകും. അപ്പോഴും ഞാൻ പറഞ്ഞു, മോളെ, നീ വിശ്വസിക്കുന്നവർ മാത്രമേ അതിൻ്റെ തലപ്പത്തുണ്ടാകാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് നിന്നെയും കൊണ്ടുപോകും. എന്തുദ്ദേശത്തോടു കൂടിയാണോ നീ ഒരു ട്രസ്റ്റ് ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്, അവിടെ നീ തോറ്റുപോകും, നീ പുറത്താവും. കാരണം നീ ഒരു എടുത്തു ചാടുന്ന ഒരു പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് വരുമ്പോൾ മറ്റുള്ളവർ നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങും, അത് നിൻ്റെ പരാജയമായിരിക്കും. അപ്പം
ആര് തന്നെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിലും ആ 11 പേരോ 12 പേരോ 8 പേരോ അത് നിൻ്റെ മനസ്സ് തന്നെ ആയിരിക്കണം അവർ, എങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി അതുപോലെ തന്നെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഏറ്റവും നല്ലൊരു ടീമുമായിട്ടാണ് ഷീജ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഷീജ ഇപ്പോൾ വിജയിച്ച് നിൽക്കുകയാണ്. ഷീജയ്ക്ക് കിട്ടുന്ന പൈസകളെല്ലാം ഷീജ ഒരു 3/4 മേലെയും കറ കളഞ്ഞിട്ട് ആ എത്തേണ്ട കുട്ടികളിൽ തന്നെ എത്തിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. ഷീജയുടെ പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ കുട്ടികൾ, ഇപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഓരോ അംഗങ്ങളുടെയും മക്കളെ നോക്കാൻ അവർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി മനസ്സിലാക്കി തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള മക്കളുള്ളവർ മാത്രമാണ് ഈ സംഘടനയിലുള്ളത്. അപ്പോൾ അവർ ഒത്തുചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ വലിയൊരു ഡിഫറൻസ് വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ആണ് കാണുന്നത്. അപ്പോൾ ഷീജയുടെ പ്രവർത്തനം മകളുടെ ആണെങ്കിലും കൂടെ ഉള്ളവരുടെ മക്കളുടെ ആണെങ്കിലും അവരുടെ ഉന്നമനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. സംഘടന എന്ന് പറയുമ്പോൾ വെറുതെ ഒരു പ്രസിഡന്റും ട്രഷററും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസയുടെ കണക്ക് പറയുന്നതും അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് ചെയ്യുന്നതും അങ്ങനെയൊന്നും അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇന്ന് വിതരണം ചെയ്ത വീൽ ചെയർ ആയാലും ശരി, തയ്യൽ മെഷീൻ ആയാലും പാമ്പേഴ്സ് ആയാലും ഡയപ്പേഴ്സ് ആയാലും ഇങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റിയും ആ ഗ്രൂപ്പിൻ്റെ സ്ട്രെങ്ത്തും ആ ഗ്രൂപ്പിൻ്റെ നന്മയാണ് കാണിക്കുന്നത്. വണ്ടർഫുൾ. ഐ റിയലി അപ്രീഷിയേറ്റ് ദി എഫേർട്സ് ബിഹൈൻഡ് ഇറ്റ്. അതിൻ്റെ കൂടെയുള്ള പ്രവർത്തനം ഇനിയും സ്ട്രോങ് ആവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ എത്രയോ ഫുഡ് കഴിച്ചിട്ടും അല്ലാതെയും നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് പൈസ കളയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചാരിറ്റി നടത്തുന്ന ഷീബയെ പോലെ നടത്തുന്ന ആൾക്കാർക്ക് ഒരു ചെറിയൊരു തുക നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്താൽ അവിടെയുള്ള കുട്ടികൾക്ക് കൂടി അതൊരു ഉപകാരമായി തീരും. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം എനിക്ക് ചെയ്യണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യും. ഞാൻ ഷീബയോട് ചെറുതായി ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്നത്, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത്തരത്തിലുള്ള ഒരു സംഘടന ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ മുന്നോട്ട് വരികയും ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനും ആ കുഞ്ഞുങ്ങളുടെ അമ്മമാരെ ഉൾപ്പെടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുവാനുമുള്ള ലക്ഷ്യത്തോടുകൂടി അവർക്കുമൊക്കെ ഒരു സന്തോഷമൊക്കെ വേണമെന്ന്, ഒരു കുഞ്ഞിങ്ങനെ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് വീട്ടിനകത്ത് കുഞ്ഞിനെ തന്നെ നോക്കിയിരിക്കാതെ ആ കുഞ്ഞുങ്ങളും ആ അമ്മമാരും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തുവാനും അവർക്കും ഇത്തരത്തിലുള്ള സന്തോഷങ്ങൾ ഒക്കെ അവർക്ക് കൊടുക്കുവാനുള്ള ബൃഹത്തായ പദ്ധതിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇന്ന് ഏറ്റെടുക്കുന്നത്. നമുക്ക് ദൈവം ഒരു ജീവിതം തന്നു, അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കുഞ്ഞ് തന്നാൽ നമ്മൾ ചേർത്ത് തന്നെ പിടിക്കണം. പിന്നെ ജീവിതമാണ്, എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് നമുക്കും സമൂഹത്തിൽ തുല്യരെ പോലെ ജീവിക്കണം. അതുകൊണ്ട് കഷ്ടപ്പെട്ടാണേലും നല്ല ജോലി എടുത്ത് നന്നായിട്ട് നമ്മളെ കുട്ടികളെ സാധാ കുട്ടികളെ പോലെ എല്ലാ ആയിട്ട് തന്നെ അവരെ വളർത്തണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഒരു കൂട്ടം സുമനസ്സുകൾ നമ്മളെ ചെറിയൊരു രീതിയിൽ സഹായിച്ചു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ കുട്ടികളുടെ മരുന്നും ആഹാരവും ഒക്കെ തുടർന്നു പോകുന്നത്, ചികിത്സയും. മുന്നോട്ടുള്ള ലക്ഷ്യം വലിയ ലക്ഷ്യമാണ് കേട്ടോ. കാരണം വെച്ചാൽ 100 കുഞ്ഞു മക്കളും അമ്മമാരുണ്ട്. ഇവരെ ഒരു കുടക്കീഴിലാക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ട്രസ്റ്റിൻ്റെ എൻ്റെയും വലിയ ലക്ഷ്യം. ഈ ഒരു സ്ഥാപനം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ മാത്രമല്ല, അതിൻ്റെ കൂടെ അമ്മമാരെയും കൂടെ എടുത്ത് അമ്മയും കുഞ്ഞിനെയും കൂടെ അവിടെ കൊണ്ടുവന്ന് നമ്മളൊരു ഒരു ഫ്രണ്ട്സായിട്ട് നിന്ന് തന്നെ അവർക്കൊരു സ്വയം തൊഴിൽ, ചെറുതായിട്ടൊന്നുമല്ല, ഒരു സ്വയം തൊഴിൽ, ഒരു ഡൈപ്പർ യൂണിറ്റ് പോലുള്ള ഒരു യൂണിറ്റ് തുടങ്ങിയിട്ട് അതിനകത്തുള്ള വരുമാനം എടുത്ത് നമ്മളെ കുട്ടികളായിട്ട് നന്നായിട്ട് ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ നമ്മളെ കുട്ടിയുടെ കാര്യം എന്നൊക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു കുടക്കീഴിൽ താമസിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹവും ട്രസ്റ്റിന്റെ വലിയൊരു ഉദ്ദേശ ലക്ഷ്യവും. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ഇനിയും വലിയ ലക്ഷ്യങ്ങളുമായി ഷീജ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ വനിതാ ദിനത്തിൽ നമുക്കും ഷീജയോടൊപ്പം കൈകോർക്കാം.